ഫോറിയർ സീരീസ്. അതിലാദ്യം നമുക്ക് അറിയേണ്ടത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. എ ഫംഗ്ഷൻ f of x is called periodic if f of x is defined for all real x except possibly at some points, and if there is some positive number p called a period of f of x such that f of x plus p is equal to f of x for all x. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആകുന്നതിന് വേണ്ടുന്ന കണ്ടീഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം ഫോർ ഓൾ എക്സിൽ. അതായത് എക്സ് എന്ന പോയിന്റിലെ വാല്യൂ എല്ലായ്പ്പോഴും എക്സ് പ്ലസ് പി എന്ന പോയിന്റിലെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. ഏത് എക്സ് നമ്മൾ എടുത്താലും ഇപ്പോൾ എക്സ് ഈക്വൽസ് 1 എന്ന് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 1 പ്ലസ് പിക്ക് ഈക്വൽ ആയിരിക്കണം. എഫ് ഓഫ് 2 എന്ന് എടുത്താൽ അത് എഫ് ഓഫ് 2 പ്ലസ് പിക്ക് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകത്തക്ക രീതിയിൽ പി എന്ന് പറയുന്ന ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫിനെ നമ്മൾ പീരിയോഡിക് എന്ന് വിളിക്കും. ആ പി എന്ന് പറയുന്നതിനെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പീരീഡ് എന്നും അറിയപ്പെടുന്നു. ഈ ഫംഗ്ഷൻ എല്ലാ റിയൽ എക്സിലും ഡിഫൈൻഡ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില പോയിന്റുകളിൽ ഡിഫൈൻഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് പീസ് വൈസ് ഡിഫൈൻഡ് ആയി പോയാലും മതി. ഇടയ്ക്ക് ചില പോയിന്റുകളിൽ ഫംഗ്ഷന് വാല്യൂ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇടവിട്ട് ചില പോയിന്റുകൾ ഒഴിവാക്കി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിന്റെ ഒരു പീരീഡ് ആണ് 2π എന്ന് പറയുന്നത്. കാരണം എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് വരും. ഈക്വൽസ് നമുക്കറിയാമല്ലോ 2πയുടെ മൾട്ടിപ്പിൾസ് ആംഗിളിനോടൊപ്പം ആഡ് ചെയ്താലും ഫംഗ്ഷന്റെ വാല്യൂ മാറില്ല എന്നുള്ളത്. അപ്പോൾ ആ 2π അങ്ങ് കളഞ്ഞാലും വാല്യൂ മാറില്ല, സൈൻ എക്സിന് തുല്യമായിരിക്കും. സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 2π എഫ് ഓഫ് എക്സിന് തുല്യമായതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. 2π എന്ന് പറയുന്നത് അതിന്റെ ഒരു പീരീഡ് ആണ്. 2π പീരീഡ് ആയതുകൊണ്ട് ഈ പീരീഡിന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും പീരീഡ് ആയിരിക്കും. പി പീരീഡ് ആണെങ്കിൽ 2p 3p 4p ഇതൊക്കെ പീരീഡ് ആയിരിക്കും. എന്താ കാര്യം? എഫ് ഓഫ് എക്സ് പ്ലസ് 4π നമ്മൾ എടുത്താൽ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 4π. വീണ്ടും 4π എന്ന് പറയുന്നത് 2πയുടെ മൾട്ടിപ്പിളാ. 2πയുടെ മൾട്ടിപ്പിൾസ് നമുക്ക് അതിൽ നിന്ന് കളയാം. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ 4πയും പീരീഡ് അല്ലേ? 2π പീരീഡ് ആണ്, 4π പീരീഡ് ആണ്. സിമിലർലി 6π 8π എക്സെട്ര. ഈ 2πയുടെ മൾട്ടിപ്പിൾസ് എല്ലാം പീരീഡ് ആയിട്ട് വരും. ഈ പീരീഡുകളിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് പീരീഡ് ഉണ്ടല്ലോ, അതിനെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നു. ഫണ്ടമെന്റൽ പീരീഡ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. ഇപ്പൊ നമ്മൾ സൈൻ 2x എന്ന ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x. ഇത് പീരിയോഡിക് വിത്ത് പീരീഡ് പൈ ആണ്. ഫണ്ടമെന്റൽ പീരീഡ് പൈ ആണ്. കാരണം നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് പൈ കണ്ടാൽ എഫ് ഓഫ് എക്സ് പ്ലസ് പൈ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് 2 ഇൻറ്റു എക്സ് പൈ എന്ന് വരും. എക്സിന് പകരം എക്സ് പ്ലസ് പൈ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് പൈ ഇസ് ഈക്വൽ ടു സൈൻ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x പ്ലസ് 2π എന്നാകും. അപ്പോൾ നമുക്ക് 2π കളയാം. ഇസ് ഈക്വൽ ടു സൈൻ 2x എന്നാകും. സൈൻ 2x എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് എക്സ് പ്ലസ് പൈ എന്ന് കൊടുത്തപ്പോൾ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് പൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോൾ പൈ ഇതിന്റെ പീരീഡ് ആണ്. ആയതുകൊണ്ട് പൈയുടെ മൾട്ടിപ്പിൾസ് എല്ലാം പീരീഡ് ആയിരിക്കും. 2π 3π 4π എക്സെട്ര ഇതെല്ലാം പീരീഡുകളായിരിക്കും. അതിൽ ഏറ്റവും ചെറുത് പൈ ആണ്. അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ആണ്. അപ്പൊ 2x വന്നപ്പം എക്സ് വരുമ്പം സൈൻ എക്സ് എന്നാണെങ്കിൽ ഫണ്ടമെന്റൽ പീരീഡ് 2π ആണ്. സൈൻ 2x വരുമ്പം ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/2 ആയ പൈ ആയിട്ട് മാറും. 2π/2. സിമിലർലി സൈൻ 3x എടുത്താൽ അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/3 ആയിരിക്കും. 2π/3 ആയിരിക്കും അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ്. എന്തുകൊണ്ട്? എഫ് ഓഫ് എക്സ് പ്ലസ്
2π/3 is equal to sin 3x എന്നാണ്. അപ്പൊ sin 3 ഇൻറ്റു എക്സ് പ്ലസ് 2π/3 എന്ന് വരും. 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 3x പ്ലസ് 3 ഇൻറ്റു 2π/3 എന്നുള്ളത് 3 ക്യാൻസൽ 2π വരും. ആ 2π കളയാം. ഇസ് ഈക്വൽ ടു sin 3x തന്നെ തിരിച്ച് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ നമ്പർ 2π/3. നിങ്ങൾ 2π/3 ചെറിയ നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. ഇപ്പൊ 2π/3 കിട്ടിയത് കൊണ്ട് 4π/3, 6π/3, 8π/3 ഈ മൾട്ടിപ്പിൾസിലെല്ലാം കിട്ടും. അതിൽ ഏറ്റവും ചെറുത് 2π/3 ആയിരിക്കും. അത് അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ്. അപ്പൊ ജനറലി നമുക്ക് എങ്ങനെ പറയാം? sin nx എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്താൽ ഇതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അറിഞ്ഞിരിക്കണം. sin nxന്റെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/n. സിമിലർലി cos nxന്റെയും ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/n ആയിരിക്കും. കാരണം കോസും സൈനും ഒരുപോലെ ആണല്ലോ. കോസിന്റെയും സൈനിന്റെയും ആംഗിളിനോടൊപ്പം 2πയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ വാല്യൂ മാറില്ല എന്നതുകൊണ്ട് cos nxന്റെ ആയാലും ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/n തന്നെയാണ്. അപ്പൊ cos xന്റെ ചോദിക്കുവാണെങ്കിൽ 2π/1 അതായത് 2π. cos 2xന്റെ ആണെങ്കിൽ 2π/2 π. cos 3xന്റെ ഫണ്ടമെന്റൽ പീരീഡ് ആണെങ്കിൽ 2π/3 cos 3xന്റെ. ജനറലി ഓർത്തിരിക്കുക, cos nxന്റെ ഫണ്ടമെന്റൽ പീരീഡ് 2π/n. എപ്പോഴും ബെസ്റ്റ് എക്സാമ്പിൾസ് പീരിയോഡിക് ഫംഗ്ഷന് പറയാവുന്ന ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും. അതുപോലെ മറ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പീരിയോഡിക് ആണ് എങ്കിലും നമ്മൾ പറയുന്ന ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കൂടിയായി ഇവർ ഓൾ പോയിന്റിൽ ഡിഫൈൻഡുമാണ്, ഓൾ റിയൽ എക്സിൽ ഡിഫൈൻഡുമാണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഈ 2π പീരീഡിൽ ഇതിന്റെ ഗ്രാഫ് റിപ്പീറ്റ് ചെയ്യും അതേ ഷേപ്പിൽ തന്നെ. അല്ലെ നിങ്ങൾക്ക് അറിയാമല്ലോ, സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് 0 തൊട്ട് 2π വരെ ഇങ്ങനെയാണ്. ഇത് 0, ഇവിടെ π, ഇവിടെ 2π. വീണ്ടും ഇതിന്റെ ഒരു റെപ്പറ്റീഷൻ, ഇതേ വേവിന്റെ ഇത്രയും ഭാഗത്തിന്റെ റെപ്പറ്റീഷൻ ആണ് വീണ്ടും അടുത്ത 2πയിൽ വരുന്നത്. ഇത് 3π, ഇവിടെ 4π. 2π പ്ലസ് 2π 4πയിൽ. ഇത് പുറകോട്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുറകോട്ട് 2π എടുത്താൽ -π -2π. ഇത് ഒരു പീരീഡ് ആണ്, 2π പീരീഡിൽ വരുന്നതാണ്. അതിന്റെ തന്നെ റെപ്പറ്റീഷൻ ആണ് വീണ്ടും വീണ്ടും വരുന്നത്. ഈ ടൈപ്പിലുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ജനറൽ ഒരു ഗ്രാഫ് കാണിച്ചേക്കുന്നേ ഉള്ളൂ, ഒരു പീരിയോഡിക് ഗ്രാഫിന്റെ രീതി കാണിച്ചേക്കുക. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം, പി പീരീഡ് ആണെങ്കിൽ പിയുടെ മൾട്ടിപ്പിൾസും പീരീഡ് ആയിരിക്കും, എൻ പിയും പീരീഡ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ പിയും, പിക്ക് വരെ എൻ പി കൊടുത്താലും എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുന്നതാണ് ഫോർ എൻ ഈക്വൽസ് 1 2 3 എക്സെട്ര. അതായത് പിയുടെ മൾട്ടിപ്പിൾസ് എല്ലാം ആ ഫംഗ്ഷന്റെ പീരീഡ് ആയിരിക്കും. അത്തരം പീരീഡുകളിലെ സ്മോളസ്റ്റ് പോസിറ്റീവ് പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ പീരീഡ്. സൈൻ എക്സും കോസ് എക്സും ദേ ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് ഫണ്ടമെന്റൽ പീരീഡ് 2π. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ആർ ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ എക്സ്. എല്ലാ എക്സിനും ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് അവർ. പിന്നെ ടാൻ എക്സും കോട്ടെക്സും നിങ്ങൾക്ക് അറിയാം, ഇടയ്ക്കിടയ്ക്ക് നോട്ട് ഡിഫൈൻഡ്, ടാൻ 90 ഡിഫൈൻഡ് അല്ലല്ലോ. അതേപോലെ ടാൻ 3π/2, ടാൻ 270 ഡിഫൈൻഡ് അല്ല. ഇടയ്ക്കിടയ്ക്ക് പോയിന്റുകളിൽ ഇത് അൺഡിഫൈൻഡ് ടാൻ, അതുപോലെ കോട്ടും. പക്ഷെ അവരും പീരിയോഡിക്, അതേപോലെ തന്നെ പീരിയോഡിക് ആണ്. ടാൻ എക്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് π ആണ്. ടാൻ എക്സ് പ്ലസ് π ഇസ് ഈക്വൽ ടു ടാൻ എക്സ് തന്നെ കിട്ടും. ടാൻ എക്സ് പ്ലസ് π ഇസ് ഈക്വൽ ടു ടാൻ എക്സ് തന്നെയാണ്. കാരണം തേർഡ് ക്വാഡ്രന്റ് ടാൻ പോസിറ്റീവ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടാൻ ഓഫ് എക്സ് പ്ലസ് π എന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് π എന്ന് പറഞ്ഞാൽ 180, 180 പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് തേർഡ് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇത് ടാൻ എക്സ് തന്നെ കിട്ടും. അപ്പോൾ ടാൻ ഫംഗ്ഷന്റെ ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് π ആണ്. സിമിലർലി ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്, അതുകൊണ്ട് തന്നെ കോട്ട് ഫംഗ്ഷന്റെയും ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് π ആണ്. പക്ഷേ ദേ ആർ നോട്ട് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. എല്ലാ എക്സിലും ഡിഫൈൻഡ് അല്ല. π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ അവർ ഡിഫൈൻഡ് അല്ലാത്ത ഫംഗ്ഷൻസ് ആണ്. π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ടാൻ എക്സ് ഡിഫൈൻഡ് അല്ല. കോട്ട് എക്സ് ഡിഫൈൻഡ് അല്ലാത്തത് പൈയുടെ മൾട്ടിപ്പിൾസിലാണ്. കാരണം കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan, ടാൻ 0 ആകുന്നിടത്താ കോട്ട് ഡിഫൈൻഡ് ആവാത്തത്. 1/0 എന്ന് വരുമ്പോൾ ഡിഫൈൻഡ് ആവത്തില്ലല്ലോ. ടാൻ 0 0 ടാൻ പൈ 0 പൈയുടെ മൾട്ടിപ്പിൾസിലാണ് ടാൻ ഫംഗ്ഷൻ 0 ആവുന്നത്. ടാൻ ഫംഗ്ഷൻ 0 ആകുന്നിടത്ത് അതിന്റെ റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യത്തില്ലല്ലോ. 1/tan കണ്ടുപിടിക്കാൻ പറ്റില്ല, അതായത് കോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മൾ അറിയണ്ട, ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ടാൻ എക്സും കോട്ട് എക്സും പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അതിന്റെ പീരീഡ്, ഫണ്ടമെന്റൽ പീരീഡ് π ആണെന്ന് അറിയുക. ബട്ട് ദേ ആർ നോട്ട് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്.
ഇനി പീരിയോഡിക് അല്ലാത്ത ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറയാം. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ പറയാം. എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്, ഹൈപ്പർബോളിക് ഫംഗ്ഷന്, ലോഗരിതമിക് ഫംഗ്ഷന്, ഇവരൊന്നും ജനറലി പീരിയോഡിക് ഫംഗ്ഷൻസ് അല്ല. ഇനി നമുക്ക് ഈ പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പീരിയോഡിക് ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനിയും അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പം നമുക്ക് ട്രിഗണോമെട്രി എന്നുള്ള കുറച്ച് ഫോർമുലകൾ അറിഞ്ഞിരിക്കണം. ട്രിഗണോമെട്രിക് വാല്യൂസുമായിട്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഫ്രീക്വന്റ്ലി നമുക്ക് ആവശ്യം വരും പ്രോബ്ലങ്ങൾക്കകത്ത്. അതേപോലെ പൈയുടെ മൾട്ടിപ്പിൾസിൽ സൈൻ എൻ പൈ എന്ന് പറയുമ്പോൾ എൻ പോസിറ്റീവോ നെഗറ്റീവോ ആകാം, പ്ലസ് ഓർ മൈനസ് എൻ പൈ എന്ന് തന്നെ പറയാം. പൈയുടെ മൾട്ടിപ്പിൾസിൽ സൈൻ പ്ലസ് ഓർ മൈനസ് എൻ പൈ 0 ആണ്. കോസ് പ്ലസ് ഓർ മൈനസ് എൻ പൈ, പൈയുടെ മൾട്ടിപ്പിൾസിൽ കോസിന്റെ വാല്യൂ -1 റേസ് ടു n എന്നാണ്. കാണാതെ അറിഞ്ഞിരിക്കണേ. കോസ് എൻ പൈ എന്ന് നമ്മൾ പല പ്രോബ്ലങ്ങളിലും കാണും. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n ആണ്. അതായത് കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. കോസ് പൈ 1 പൈ, കോസ് പൈ -1 റേസ് ടു 1 -1 ആണ് കോസ് പൈ. കോസ് 2 പൈ വരുമ്പോഴത്തേക്കും അത് കോസ് 0 തന്നെ, അത് 1 ആണ്. കോസ് 2 പൈ എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ എന്നാ 1 എന്ന് വെച്ചാൽ ഒന്നര വിട്ട് അത് 1ഉം -1ഉം ആയി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ മാറുന്നത് കൊണ്ട് -1 റേസ് ടു n എന്നാണ് എൻ്റെ വാല്യൂ ജനറലി പറയുന്നത്. ഫോർ n ഈക്വൽസ് 1 2 എക്സെട്ര. അപ്പോൾ സൈൻ പോസിറ്റീവ് n പൈ എന്നോ നെഗറ്റീവ് n പൈ എന്നോ എവിടെ കണ്ടാലും തോണം എന്ത്, പൈയുടെ മൾട്ടിപ്പിൾസിലെല്ലാം, പൈയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസിലെല്ലാം കോസ് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 റേസ് ടു n എന്ന ഫോമാണ്. ദെൻ സൈൻ 2n പൈ പ്ലസ് ഓർ മൈനസ് 2n പൈ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2n പൈ 2 പൈയുടെ മൾട്ടിപ്പിൾസ്, 2n പൈ എന്ന് പറഞ്ഞാൽ 2 പൈ ഇൻറ്റു n എന്നാ. 2 പൈയുടെ മൾട്ടിപ്പിൾസിൽ സൈൻ ഫംഗ്ഷൻ 0 ആണ്. 2 പൈയുടെ മൾട്ടിപ്പിൾസിൽ കോസ് ഫംഗ്ഷൻ 1 ആണ്. കാരണം 2n എന്നല്ലേ, 2n പൈ എന്ന, അപ്പോൾ -1 റേസ് ടു 2n എന്ന് വരും. നമ്മൾ മുകളിൽ പറഞ്ഞ ഫോർമുലയിൽ -1 റേസ് ടു 2n എന്ന് വരും. -1 സ്ക്വയർ 1 ആയതുകൊണ്ട് അത് 1 റേസ് ടു n എന്ന് വരും, 1 എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അത്യാവശ്യം വേണ്ടുന്ന വാല്യൂസ് ആണ്. സൈൻ 0 0, കോസ് 0 1, സൈൻ പ്ലസ് ഓർ മൈനസ് n പൈ 0, സൈൻ പ്ലസ് ഓർ മൈനസ് 2n പൈ 0. അപ്പോൾ ഇതെല്ലാം സീറോസ് ആണ്, ഈ വാല്യൂസ് എല്ലാം. കോസ് 0 1 ആണ്. കോസ് n പൈ അല്ലെങ്കിൽ കോസ് പ്ലസ് ഓർ മൈനസ് n പൈ എന്ന് പറയുന്നത് -1 റേസ് ടു n ആണ്. കോസ് 2n പൈ അല്ലെങ്കിൽ കോസ് പ്ലസ് ഓർ മൈനസ് 2n പൈ എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയും വാല്യൂസ് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ് ഫോറിയർ സീരീസ് പഠിക്കുമ്പോൾ.